ദേശീയ അധ്യാപക പരിഷത്തിന്റെ 45ാം സംസ്ഥാന സമ്മേളനം തൃശൂരിൽ പുരോഗമിക്കുന്നു. കേരള സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന പ്രതിനിധി സമ്മേളനം ദേശീയ സഹസംഘടനാ സെക്രട്ടറി ജി ലക്ഷ്മൺ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസം ആരംഭിച്ച സമ്മേളനം നാളെ വിവിധ കലാപരിപാടികളോടെ സമാപിക്കും. സമ്പൂർണ്ണ സംസ്ഥാന സമിതി യോഗത്തോടെ ഇന്നലെയാണ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. ഇന്ന് രാവിലെ കേരള സാഹിത്യ അക്കാദമി ഹാളിന് മുന്നിൽ സമ്മേളനത്തിന്റെ പതാകാരോഹണം നടന്നു. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം ദേശീയ സഹസംഘടനാ സെക്രട്ടറി ജി ലക്ഷ്മൺ ഉദ്ഘാടനം ചെയ്തു. Definitely I will say success. I know you people may not be happy with this. What is this 1000 number? Okay, membership. Okay, we are not up to the expectations of the organization or up to the expectations of our Parivar organizations. Some may have that in your mind, but as for me, this is a big achievement. You are all marching ahead. രാഷ്ട്രഹിതത്തിന് വിദ്യാഭ്യാസം, വിദ്യാഭ്യാസഹിതത്തിന് സമാജം, സമാജഹിതത്തിന് അധ്യാപകർ എന്ന സ്വന്തം തിരിച്ചറിഞ്ഞാവണം അധ്യാപകർ പ്രവർത്തിക്കേണ്ടതെന്നും അതുതന്നെയാണ് ദേശീയ അധ്യാപക പരിഷത്തും മാതൃസംഘടനയായ അഖില ഭാരതീയ രാഷ്ട്രീയ ശിക്ഷിക് മഹാസംഘും ചൂണ്ടിക്കാണിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. NTU സംസ്ഥാന പ്രസിഡന്റ് PS ഗോപകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ BJP ദേശീയ കൗൺസിൽ അംഗം MS സമ്പൂർണ്ണ, BJP മേഖലാ സെക്രട്ടറി V ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, NTU സംസ്ഥാന ജനറൽ സെക്രട്ടറി T അനൂപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന സുഹൃത്ത് സമ്മേളനം രാഷ്ട്രീയ സ്വയം സേവക് സംഘം ദക്ഷിണ ക്ഷേത്ര സഹകാര്യവാഹ് M രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ ക്ഷേത്ര സംഘടനകളിലെ വ്യക്തിത്വങ്ങൾ സുഹൃത്ത് സമ്മേളനത്തിൽ ആശംസകൾ അറിയിച്ചു. നാളെ നടക്കുന്ന പൊതുസഭ കേന്ദ്ര വിദ്യാഭ്യാസ വിദേശകാര്യ സഹമന്ത്രി രാജ്കുമാർ രഞ്ജൻ സിംഗ് ഉദ്ഘാടനം ചെയ്യും. ABRSM ജനറൽ സെക്രട്ടറി ശിവാനന്ദ സിന്തങ്കര, മുൻ MP സുരേഷ് ഗോപി, BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്, രാഷ്ട്രീയ സ്വയം സേവക് സംഘം പ്രാന്ത കാര്യകാരി സദസ്യൻ കാഭ സുരേന്ദ്രൻ, സഹപ്രാന്ത പ്രചാരക് അനീഷ് ചന്ദ്രൻ തുടങ്ങിയവർ വിവിധ പരിപാടികളിലായി പങ്കെടുക്കും. തുടർന്ന് വിവിധ കലാപരിപാടികളും തിരുവാതിരക്കളിയും സമാപനത്തോടനുബന്ധിച്ച് നടക്കും. ജനം, തൃശൂർ.